ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ന്യൂസിലൻഡ് മല്ലു കപ്പിൾസ്. ഞങ്ങളിപ്പോൾ ഒരു ഷോപ്പിങ്ങിനായി ഇറങ്ങുവാണേ. ഞങ്ങൾ വെയർഹൗസിലെത്തി. ന്യൂസിലൻഡിൽ ഡ്രസ്സസും സ്റ്റേഷനറി ഐറ്റംസും ഈവൻ ഇലക്ട്രോണിക് ഐറ്റംസ് വരെ കിട്ടുന്ന ഒരു സ്റ്റോറാണ് വെയർഹൗസ്. ഞങ്ങൾ സത്യത്തിൽ ഒരു ഡ്രസ്സ് ഓർഗനൈസർ വാങ്ങാനാണ് പോയത്. പക്ഷേ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തത് കൊണ്ട് പിന്നെ അവിടുത്തെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാമെന്ന് കരുതി. അതിനിടയ്ക്ക് നമ്മുടെ കുട്ടുപപ്പ മെൻസ് സെക്ഷനിൽ കയറി ഷോർട്ട്സും ട്രാക്ക് പാൻസും ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ന്യൂസിലൻഡിൽ അത്യാവശ്യം ചീപ്പ് റേറ്റിൽ തിങ്സ് വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് വെയർഹൗസ്. പക്ഷെ നമ്മുടെ കുട്ടുപപ്പ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല കേട്ടോ. പുള്ളി എല്ലായിടത്തൊക്കെ നോക്കി, പിന്നെ എല്ലാം അങ്ങനെ തന്നെ തിരിച്ചു വെക്കാനുണ്ടായത്. എന്നാൽ എൻ്റെ കണ്ണ് അവിടുത്തെ ജ്വല്ലറി സെക്ഷനിലായിരുന്നു. 1-2 കമ്മലുകളൊക്കെ എടുത്ത് നോക്കിയെങ്കിലും ഞാനൊന്നും അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഗാർഡൻ ഏരിയയിൽ കൂടി ഒന്ന് കറങ്ങാമെന്ന് കരുതി. സ്പ്രിംഗ് സ്റ്റാർട്ടിങ് ആവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. ഞങ്ങൾ ആദ്യം കണ്ടത് കുറച്ച് സ്ട്രോബെറി തൈകളായിരുന്നു. ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾ കുറച്ച് സ്ട്രോബെറി തൈകൾ വാങ്ങി വീട്ടിൽ നട്ടിട്ടുണ്ട്. പിന്നെ കറങ്ങി നടന്നപ്പോൾ ഞങ്ങൾ കണ്ടത് കുറച്ച് ചെറിയ പ്ലാന്റ്സ് ആണ്. അതിനകത്ത് ബ്ലോസംസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണിത്. പിന്നെ നമ്മുടെ ഇൻഡോർ ഗാർഡൻ സെക്ഷനിൽ കണ്ട വൈറ്റ് കളറുള്ള ഓർക്കിഡ് ചെടിയുടെ വില കണ്ടപ്പോഴേക്കും നമുക്കത് വാങ്ങിക്കാനുള്ള ഒരു ആവേശമൊക്കെ അങ്ങ് പോയി. അങ്ങനെ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. വിചാരിക്കാത്ത കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഇനിയിപ്പോ വാങ്ങിക്കാൻ പോകുന്ന സാധനം ഓൺലൈനിൽ ഓർഡർ ചെയ്യാനാണ് അടുത്ത പ്ലാൻ. $63.88. വെറുതെ ഒന്ന് വന്നതാ വെയർഹൗസ് വരെ.